നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാനിയെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മുടെ സിനിമാ നടൻ ജയൻ അവരുടെ ജന്മദിനമാണ് നാളെ. അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നമുക്ക് ഒരിക്കൽ കൂടി ആലോചിക്കാം. ബഹുമാന്യരെ, ഒരു ലോക്കൽ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമല്ല, കാക്കനാട് കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഗതാഗതക്കുരുക്ക് ഇന്നും ഞങ്ങൾ കണ്ടപ്പോൾ ശക്തമായ ഗതാഗതക്കുരുക്കായിരുന്നു. അതൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ മുൻപിൽ. അത് മറ്റൊന്നുമല്ല, കാക്കനാട് ഭാഗത്തേക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും സർക്കാർ പ്രസ്സിൻ്റെ അവിടെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക. ഇപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ പോകുന്നത്. റൈറ്റിലേക്ക് തിരിഞ്ഞാണ് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെ സീപോർട്ട് എയർപോർട്ടിൽ കയറാം. എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് പോകാം. അവിടെ വണ്ടി ഒന്നുമില്ല, ലെഫ്റ്റ് റൈറ്റ് പോകാം. എന്നിട്ട് കാക്കനാട് എന്ന് പറയുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പ് മാത്രം അവിടുന്ന് ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറ് ഭാഗമായ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഭാഗത്തേക്ക് മാറ്റുക. അപ്പോൾ നിലവിൽ കിഴക്കോട്ട് പോകുന്ന ബസ് സ്റ്റോപ്പ് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും. ഈ പടിഞ്ഞാട്ട് പോകുന്ന ബസ് സ്റ്റോപ്പ് മാത്രം മാറ്റുക. എല്ലാ വാഹനങ്ങളും പ്രസ് ജംഗ്ഷൻ വന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക. അങ്ങനെ ചെയ്താൽ ആ ഭാഗത്തുള്ള പിന്നെ ട്രാഫിക് ബ്ലോക്ക് മാറുമെന്ന് പിന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒല്ലിമുകളിലുള്ള ബസ് സ്റ്റോപ്പ് സിഗ്നൽ 4 വശത്തേക്ക് പോകുന്ന സിഗ്നൽ ഒരു വശത്തേക്ക് ഉണ്ടാവില്ല. സീപോർട്ട് റോഡിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മറ്റേ NGO ക്വാർട്ടേഴ്സിൽ നിന്ന് കിഴക്കോട്ട് വരുന്നു. അപ്പോൾ കാക്കനാട് കിഴക്കുന്ന് വരുന്ന വാഹനങ്ങളൊന്നും ഈ പിന്നെ ഒലിമുകൾ ബസ് സ്റ്റോപ്പ് മുസ്ലിം പള്ളിയുടെ സിഗ്നലിലൂടെ ലെഫ്റ്റേക്ക് ഇല്ല, ഫ്രീ ആയിരിക്കും. അവിടെ ലെഫ്റ്റ് ഫ്രീ ആയിരിക്കും. സഹോദരങ്ങളെ, ബന്ധപ്പെട്ട അധികാരികളെ, നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മറ്റൊന്ന്, ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തികച്ചും രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. എങ്ങനെയും അധികാരം നിലനിർത്തും എന്നുള്ള ദുരാഗ്രഹവും. ഒരു വശത്ത് നിസ്സഹായതയാണെങ്കിൽ മറുവശത്ത് ദുരാഗ്രഹമാണ്. കാരണം JDUവിനെയും CDPയെയും പിണക്കാൻ പറ്റില്ല. അവരെ പിണക്കാൻ പറ്റാതെ ബഡ്ജറ്റ് മുഴുവൻ യാതൊരു നീതീകരണമില്ലാതെ ആന്ധ്രയ്ക്കും ബീഹാറിനും ബാക്കി അല്പം ഉണ്ടായത് ഒഡീസയ്ക്കും. കാരണം ഒഡീസ ഈ അടുത്ത കാലത്ത് പുതുപ്പെണ്ണ് പെരപ്പുറം നിൽക്കുമല്ലോ. ഈ അടുത്ത കാലത്ത് BJP ഭരണത്തിൽ കയറിയാണല്ലോ. എന്ത് ന്യായമാണ്? ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു യൂണിയനാണ്. 40-40 സ്റ്റേറ്റുകളും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ അടങ്ങിയ ഒരു സ്റ്റേറ്റാണ്. അത് യൂണിയനാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, പ്രദേശം നോക്കാതെ എല്ലാവർക്കും തുല്യ നീതി. അതാണ് സോഷ്യൽ ജസ്റ്റിസ്. നമുക്ക് എത്രയുണ്ട്? എന്താണ് ഈ സഭയോടൊക്കെ നമുക്ക് ഇത്ര ചാൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഭാഗികമായിട്ടില്ല, ഉള്ളതിനെ കൊണ്ട് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കുക. എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടിയാണ്. അത് എല്ലാവർക്കും അവസരം കിട്ടാനുള്ള ബഡ്ജറ്റ് തുക വിഹിതം അത് വീതിക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റ് വലിപ്പവും സ്റ്റേറ്റ് ജനസംഖ്യ കൂടി കണക്കിലെടുക്കും. വെറുതെ ആ സ്റ്റേറ്റിലെ ജനസംഖ്യ എത്രയുണ്ട്, ആ സ്റ്റേറ്റ് വലിപ്പം എത്രയുണ്ട്, ഇത് രണ്ടും കൂടി ഏകദേശം ഒരു ബേസിക്കായിട്ട് എടുത്തുകൊണ്ട് തുല്യമായിട്ട് പങ്കിടണം. അതാണ് സാമൂഹ്യ നീതി. പക്ഷെ അതൊന്നും ഒരു കാലത്തും ഈ BJP ഗവൺമെൻറ് മാത്രമല്ല, കോൺഗ്രസ് ഗവൺമെൻറ് ഒരു കാലം ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്ത കാരണം?
ഇത് വടക്ക് ഇന്ത്യക്ക് തെക്ക് ഇന്ത്യയോട് അവഗണന. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. വടക്ക് ഇന്ത്യക്കാർക്ക് ഭരണകൂടമാണ്, ഇന്ത്യക്ക് ഭരണകൂടത്തിന് തെക്ക് ഇന്ത്യനോട് അവഗണന. തെക്ക് ഇന്ത്യക്കാർക്ക് തമിഴ്നാടോട് അവഗണന. തമിഴ്നാടിന് കേരളത്തോട് അവഗണന. കേരളത്തിന് ഉത്തര കേരളത്തോട് അവഗണന. ഇതൊക്കെ സത്യമല്ലേ? കാരണം സഹിതം പറയണം. ഇല്ലാത്ത 100 തെളിവുണ്ട്. അതായത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കയറ്റി പോകുന്ന വിദേശ നാണയത്തിൻ്റെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് 1% ഉപയോഗിച്ചാൽ ഇന്ന് കേരള സംസ്ഥാനം ഇതേക്കാൾ എത്രയോ വലിപ്പത്തിൽ ഉന്നതിയിലെത്തും. ഇത് ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് വന്നില്ല. നമ്മുടെ ജോർജ് ഏട്ടൻ, കേരള കോൺഗ്രസ് ഇപ്പോൾ ജോർജ് ഏട്ടൻ, ജോർജാണല്ലോ ആദ്യമുണ്ട്, അദ്ദേഹം പറഞ്ഞ് കൊച്ചി തുറമുഖത്ത് കയറ്റി പോകുന്ന വിദേശ നാണയത്തിന് കിട്ടുന്ന വരുമാനത്തിന് 1% കേരളത്തിൽ ഉപയോഗിച്ച് ഇതിനേക്കാൾ മെച്ചപ്പെടാം. അദ്ദേഹം മാത്രമല്ല, രണ്ടുപേരും അന്തരിച്ചു പോയി. അന്തരിച്ച KR ബാലകൃഷ്ണപിള്ള, അദ്ദേഹം പറഞ്ഞെന്താണ്? പഞ്ചാബ് മുകളിൽ പഞ്ചാബ് മുകളിലെന്ന്. ആ പഞ്ചാബ് മുകളിൽ പഞ്ചാബ് മുകളിൽ പറഞ്ഞ പേരിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം പോയി ആകെ ജയിലിലും കിടന്നു. എന്താ പറഞ്ഞത്? പഞ്ചാബിലെ ചെറുപ്പക്കാര് കേന്ദ്ര ഗവൺമെൻറ് പരിധിക്കുള്ള അവഗണിക്കുകയും അത് സമരമൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ആനുകൂല്യം കിട്ടിയത്. അത് ബൂട്ടാ സിംഗിൻ്റെ കാലത്ത് ഒരു കോച്ച് ഫാക്ടറിയുടെ കാര്യം പറഞ്ഞത്. അത് നമുക്കതുപോലെ കോച്ച് ഫാക്ടറി പാലക്കാട് തറക്കല്ലിട്ടാണല്ലോ. അതെന്ത് പറ്റി? അപ്പോൾ കാലാകാലങ്ങളിലായി ഉത്തര ഇന്ത്യക്ക് ദക്ഷിണ ഇന്ത്യക്കാരോടും ദക്ഷിണ ഇന്ത്യക്ക് തമിഴ്നാടിനോടും തമിഴ്നാട്ടിൽ കേരളത്തോടും കേരളത്തിൽ ഉത്തര കേരളത്തോടും ഒരു അവഗണന. അതൊരു സത്യമാണത്. അത് ഇപ്പോഴും അവസരം കിട്ടുന്നു. അത് ഇപ്പോഴും കാണിച്ചു എന്നല്ല പറയുന്നുള്ളു. ഇപ്പോൾ സുരേഷ് ഗോപി മന്ത്രിയുണ്ട്, വേറെ ജോർജ് മന്ത്രിയുണ്ട്, 2 മന്ത്രിയുണ്ടായിട്ടും എന്തിനു പറഞ്ഞു? അവർക്ക് വെറും കടലാസ് പൂക്കളിന് പണം ഉണ്ടാവില്ല, നിറം ഉണ്ടാവില്ലല്ലോ. നിറം തന്നെ ഉണ്ടാക്കും, കടലാസ് നിറം, മണം ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വടക്കേ ഇന്ത്യയിൽ ഈ ടീമിനടുത്ത് ഒരു സുരേഷ് ഗോപിയോ ഒരു ജോർജോ ചെന്നിട്ട് അവിടെ അനങ്ങാൻ പറ്റുമോ? ശബ്ദിക്കാൻ പറ്റില്ലല്ലോ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ എയിംസിൻ്റെ കാര്യം പോലെ എയിംസിൽ കിനാലൂരിൽ 150 ഏക്കർ സ്ഥലത്ത് പിന്നെ 100 ഏക്കറിന് വേണ്ടി കൊടുക്കാമെന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞിട്ട് സ്ഥലം എവിടെയെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. അതാണ് നമ്മുടെ മാത്യു സാറ് പറഞ്ഞതാണ്. ഇനി ഈ കനാലൂരിൽ മണ്ണ് ഡൽഹിക്ക് കൊണ്ട് ഇടണമെന്ന് ചോദിച്ചു. അതൊക്കെ ഒരു ഫലിതമായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഏതായാലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അവഗണനയാണ്. പണ്ടുകൊണ്ട് ഇപ്പോൾ ഇനിയും ഉണ്ടാവും. ഇതിന് പകരം ഒരു സംവിധാനമൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ രാജ്യദ്രോഹ കുറ്റവും അത് നമ്മൾ പറയാൻ തയ്യാറില്ല. കാരണം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും തെറ്റവർ. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അവഗണന സഹിക്കാൻ പറ്റുമെന്നാൽ എല്ലാവരും നമ്മളെപ്പോഴും ക്ഷമാശീലമായിരിക്കില്ല. ചില ക്ഷമാശീലമല്ലാത്ത തീവ്രവാദികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചില പലതും ചിന്തിച്ചു പോകും. അതിന് അവസരം ഉണ്ടാക്കരുത്. അതാണ് ചെയ്യേണ്ടത്. അപ്പം മനസ്സിലായില്ലേ? ഇനി നമ്മൾ വെള്ളപ്പള്ളി രാഷ്ട്രീയക്കാരനല്ല, അത് ബുദ്ധിജീവി എന്നുള്ള സാധാരണ ഒരു അബ്കാരി കോൺട്രാക്ടർ അല്ലെങ്കിൽ പിന്നെ ഒരു ഗവൺമെൻറ് കോൺട്രാക്ടർ, അങ്ങനെ കുറേ പണം ഉണ്ടായിരുന്നല്ലാതെ മറ്റൊരു മെറിറ്റുള്ള ആളിൽ നിന്നല്ല അവർക്കറിയാം. അദ്ദേഹം ഇരിക്കുന്ന കൊമ്പാണ് വർഷങ്ങളായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന് അത്ര തത്വദീക്ഷയില്ലാത്തതുകൊണ്ടാണ്. അത് ഇവിടെ വെള്ളപ്പള്ളി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയല്ലെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലെന്നും മനഃശാസ്ത്രം അറിയാവുന്ന ആർക്കും അറിയാം. അദ്ദേഹം അത് മറ്റാർക്കോ വേണ്ടി കളിപ്പാവയാണ്. അതാരെ നമുക്കറിയാം, പറഞ്ഞുതരാം. അതായത് ഇത് ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾ തന്നെയാണ്, വേറെ ആർക്കുമില്ല. അവർക്ക് വേണ്ടി കൊഴിലുകൂതാണ്. ഇനി അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഇത് കേട്ടോളൂ. ഇന്ത്യൻ ജനസംഖ്യയിൽ ഞാൻ പറഞ്ഞ 85% ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളാണ്. ബാക്കി 15% നായരാതി മുന്നോക്ക സമുദായങ്ങൾ. അങ്ങനെ പറയേണ്ടി വരുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 85% പേര് ഒരുമിച്ച് മൂത്തൊഴിച്ച് മുങ്ങിപ്പോകുന്നതെന്നുള്ളത് ഈ സവർണ ഫാസ്റ്റ് എന്നൊക്കെ പലരും പറഞ്ഞു. ഞാൻ മാത്രമല്ല, അംബേദ്കറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുക? അവരെ നിലനിൽപ്പിന് വേണ്ടി അവർ പല അഭ്യാസം കാണിക്കും. അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവർ 15% ഉള്ളൂ. അവർക്ക് ഇന്ത്യയിൽ നിലനിൽക്കണം. അവർക്ക് പോകാൻ വഴിയില്ല. മുസ്ലിങ്ങൾക്കാണെങ്കിൽ 10-200 രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക്, ലോകത്ത്.
ക്രിസ്ത്യൻസോട്ട് 10-300 രാജ്യങ്ങളുണ്ട്, മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിദേശത്ത് കാസ്പിയൻ കടൽ കടന്നു വന്ന ആര്യന്മാരാണ് സവർണ ഇത് അതിൽ സവർണ ഫാസിസ്റ്റുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, സവർണരല്ല. അപ്പോൾ സവർണർ നിശബ്ദം നിൽക്കുള്ളൂ. അപ്പോൾ അവരെന്താ ചെയ്യുക? അവരെ നിലനിൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെന്ത് തന്തം കാണിക്കും. അവർ കുറ്റം ഒരിക്കലും പറയാൻ പറ്റില്ല, നിലനിൽപ്പ് പ്രശ്നമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 2 പ്രബല സമുദായങ്ങളാണ് ഈഴവനും മുസ്ലിമും. ഈഴവർ ഏതാണ്ട് 24 ഒന്നുണ്ട്, മറ്റു മുസ്ലിങ്ങൾ 3 ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. അപ്പോൾ ഈ 2 പേര് ഇങ്ങനെ 60% പേരാണ്. ഇവർ 2 പേരോട് യോജിച്ച് നിന്നാൽ കേരളം ഭരിക്കാം. വെള്ളാപ്പള്ളിക്ക് മനസ്സിലാകുന്നില്ല, കുഞ്ഞാക്കൾക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞാക്കയുടെ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മുസ്ലിങ്ങളും വെള്ളാപ്പള്ളിയുടെ ഈഴവനും ചേർന്നാൽ കേരളം സുന്ദരമായിട്ട് ഭരിക്കാം. അപ്പോൾ ആ ഒരു ഐക്യത്തെ തകർക്കുക എന്നുള്ളത് ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ മാത്രമല്ല, പിന്നെ വക്രബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ആവശ്യമാണ്. അല്ല അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോകും. അപ്പോൾ അർഹരിൽ നിന്ന് കൈവശപ്പെടുത്തിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് വർഗീയത ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ കുത്തിത്തീർപ്പുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടിയ അധികാരം കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കേരളത്തിൽ തന്നെ മുന്നോക്ക വിഭാഗങ്ങളോ അല്ലെങ്കിൽ സവർണ ക്രിസ്ത്യാനി ആയിരിക്കും തലപ്പത്ത് വരുന്നത്. ഒന്നുകിൽ സവർണ ക്രിസ്ത്യാനി അല്ലെങ്കിൽ സവർണ ഹിന്ദു. പിന്നോക്ക ഹിന്ദു പിന്നെ പിണറായി വിജയൻ പിന്നോക്ക ഹിന്ദു ആണെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് തീരാന്ന് പറഞ്ഞാൽ തീയര് പിന്നോക്കമല്ല മുന്നോക്കാന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ മാർച്ചിൽ കണ്ണൂർ വെച്ച് വലിയ യോഗം നടത്തി, വളരെ ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ട്. തീയര് ഇവിടുത്തെ രാജകുടുംബത്തെ പോലെയാണ്, അല്ലെങ്കിൽ വലിയ സവർണ വിഭാഗമാണ്. അവർ പിന്നോക്ക വിഭാഗമല്ല, പിന്നോക്ക വിഭാഗം താല്പര്യമില്ല. പിന്നെ പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞാൽ ചോൻ എന്ന് പറഞ്ഞാൽ ഈ ഈഴവൻ എന്ന് പറയുന്ന ആൾക്കാർ വെള്ളാപ്പള്ളിയുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സവർണ വിഭാഗം നയിക്കുന്ന രാജ്യഭരണം നിലനിൽക്കാൻ വേണ്ടി അത് ഈ ശക്തരായ 2 വിഭാഗമായ ഈഴവനെയും മുസ്ലിങ്ങളെയും ഒരിക്കലും യോജിപ്പിക്കാൻ പാടില്ല, യോജിപ്പിച്ച് നിർത്താൻ പാടില്ല. അതിനുവേണ്ടി സംഘപരിവാർ ക്രിസ്ത്യൻകികൾ മാത്രമല്ല, ഇവിടുത്തെ മുന്നോക്ക വരേണ്യവർഗം കൂടി രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമുണ്ട്, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതൊക്കെ അടവ് നയത്തിപ്പെടും. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളി, അതായത് കെ ആർ ഗൗരിയമ്മ, കെ രാഘവൻ മാഷ് സാറ്, പിന്നീട് കേശവൻ സാറ്, അങ്ങനെ ഒരുപടി പിന്നോക്ക നേതാക്കളും മുസ്ലിങ്ങളെ ന്യൂനപക്ഷത്തിൻ്റെ നേതാക്കളും ഇവിടെ ശക്തമായ ഒരു കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ് കേരളം, ഒരു സ്റ്റേറ്റാണ് കേരളം. ആ കേരളത്തിലെ ഏതാണ്ട് 90-ന് ശേഷം ഈ വിഭാഗത്തെ 2 തട്ടിലാക്കി പരസ്പര ശത്രുക്കളാക്കണം. അതെങ്ങനെയാണ് ശത്രുക്കളാക്കുന്നത്? ഇപ്പോൾ യു പിയിൽ നടക്കുന്നില്ലേ, മുസാഫർ നഗറിൽ 40% മുസ്ലിങ്ങളുടെ സ്ഥലമാണ് മുസാഫർ നഗർ. അവിടെയാണ് 5-6 വർഷം മുമ്പ് അമിത്ഷാ കൂടി വന്ന് അവിടെ വർഗീയത ഉണ്ടാക്കി 100 ആൾക്ക് മരിച്ച് 1000 ആൾക്കാർ ഭവനരഹിതരായി പോയത്. നിസ്സാര ഒരു പെണ്ണ് കേസ്, ഒരു ഹിന്ദു ഒരുത്തൻ മുസ്ലിം പെണ്ണ് പ്രേമിച്ചു, അല്ലെങ്കിൽ മുസ്ലിം പെണ്ണ് പ്രേമിച്ചു, അങ്ങനെ വിഷയമാണ്. അതവിടെ വലുതാക്കി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ജാട്ടുകൾ എന്ന് പറയുന്ന വിഭാഗം, ഏതാണ്ട് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അവരും മുസ്ലിങ്ങൾ ഒരു കൈയായിരുന്നു, അവർ പിളർത്തി 2 ഗ്രൂപ്പാക്കി അടിയുണ്ടാക്കി. അപ്പോൾ അവരിപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 3-4 വർഷം മുമ്പ് അവരെല്ലാം യോജിച്ച്, അതാണ് ഇപ്പോൾ BJPയോട് ക്ഷീണം പറ്റിയത്. അപ്പോൾ ഇവിടെ പിളർത്തുക അല്ലെങ്കിൽ വിഘടിപ്പിക്കുക എന്നുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരിക്കുക, ബ്രിട്ടീഷ് തന്ത്രമാണ്, സായിപ്പ്മാർ തന്ത്രമാണ്. ആ ബുദ്ധിയാണ് ഇവിടെ RSSും അല്ലെങ്കിൽ സംഘപരിവാറും അല്ലെങ്കിൽ മുന്നോക്ക ഹിന്ദുക്കൾക്ക് എടുക്കുന്നത്. അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരണം നിലനിർത്തുക, ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്നല്ല, ഭിന്നിപ്പിക്കുക ഭരണം നിലനിർത്തുക. അങ്ങനെയാണ് ഹിന്ദു മുസ്ലിം ഒരു ഐക്യക്കുറവ് ഇന്ത്യയിൽ തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ മോഡിയൊക്കെ പറയുമ്പോൾ 1000 വർഷമായിട്ട് വിദേശ രാജ്യങ്ങൾ ഭരിച്ച, അത് മുസ്ലിം ചക്രവർത്തിയും രാജാക്കന്മാരും. അന്നൊന്നും ഒരു ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായിട്ടില്ല, ഒരൊറ്റ ഹിന്ദു പോലും ഇവിടെ പരാതിയില്ല. അവർക്കെല്ലാം സുഭിക്ഷമായതും സുന്ദരമായതും. പിന്നെ അമ്പലം പൊളിച്ചു, അത് ചരിത്രത്തെ വിഭജിക്കുക, അത് ഞാൻ വിഷയം കിടക്കില്ല. അങ്ങനെ അതിന് ശേഷം എന്ന് മുതലാണ് സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ഈ സംഘർഷവും വർഗീയതയും വന്നത്? അത് ബ്രിട്ടീഷുകാരെ സായിപ്പ് ഉണ്ടാക്കിയതാണ്. ആ സായിപ്പ് ഇവിടെ മുസ്ലിങ്ങളെയും
ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ യോജിച്ചു നിന്നാൽ അവർക്ക് അധികാരം നിലനിർത്താൻ ബുദ്ധിമുട്ടാകുന്ന ഇപ്പോൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചരിത്രങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും അതിനു വേണ്ടി പ്രചരണം കൊടുക്കുക, സത്യത മറച്ചു വയ്ക്കുക. ഏതുപോലെ അറിയൂ, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പരസ്യം കൊടുത്തിട്ട് പല മോശം മരുന്നുകളും മരുന്ന് മുമ്പേ വിറ്റ് തീർന്നു. ചില നല്ല മരുന്നുകൾ ഇരിക്കുകയാണ്, അതിന് പരസ്യം കുറവാണ്. അപ്പോൾ അതുപോലെ ഈ രണ്ട് വിഭാഗത്തെ അകത്ത അതിനുവേണ്ടി കണ്ടില്ലേ, സ്വാതന്ത്ര്യ സമരത്തിൽ പന്നിയുടെ കൊഴുപ്പ് എഴുതിയ പിന്നെ തോക്കിൻ്റെ ഉണ്ട അല്ലെങ്കിൽ പശുവിൻ്റെ കൊഴുപ്പുണ്ട എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പുകളാക്കി ഒക്കെ തുടങ്ങിയതാണല്ലോ. അതാണ് അലയൊലിയാണത്. അതൊരു തന്ത്രമാണ്, അതൊരു ലോകതന്ത്രമാണ്. ഭിന്നിപ്പിക്കുക, ഭരണം നിലനിർത്താൻ ലോകതന്ത്രമാണ്. ബ്രിട്ടീഷുകാർ മാത്രമല്ല, സായിപ്പിന് മാത്രമല്ല, ആ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ തന്ത്രത്തിൽ അധിക സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത വെള്ളാപ്പള്ളി വീണ് പോകുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളി ഞങ്ങൾക്ക് ഇപ്പോൾ പരസ്യമായിട്ട് ഇപ്പോൾ കുറ്റം പറയുമ്പോൾ ഇന്ന് നാളെ നമ്മുടെ കൂടെ നിർത്തേണ്ട. പക്ഷെ വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്നതാണ്. അത് മണ്ടന്മാരാണല്ലോ, പണ്ട് തെന്നാലി രാമൻ്റെ കഥ പറയുന്നില്ലേ, അപ്പോൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറേ അങ്ങ് ഇരിക്കുന്ന കൊമ്പ് വെട്ടു, അല്ലെങ്കിൽ പിണറായി സഖാവിൻ്റെ ഭാഷ പറഞ്ഞാൽ പുലകുത്തിയോ ആകല്ലേ. നിങ്ങൾക്ക് വാസ്തവത്തിൽ ഈ വെള്ളാപ്പള്ളി പറഞ്ഞ ഈട് വിഭാഗത്തിന് ചില പോരായ്കളുണ്ട്. ജോലിയിൽ ഇപ്പോൾ പോരായ്കളെന്ന് കണക്കാക്കി, പക്ഷേ പിന്നെ രാഷ്ട്രീയത്തിൽ നേതൃത്വത്തിലൊക്കെ അവർക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല. വയലാർ രവിയൊക്കെ ഇവിടെ മുഖ്യമന്ത്രി ആകേണ്ടതാണ്, സാഹചര്യത്തിൽ ആയില്ലല്ലോ. അതിനൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിക്കണം, അതാണ് യുക്തി. പക്ഷെ ആത്മാർത്ഥയുള്ള ഒരു നേതാവാണ് എങ്കിൽ, ആത്മാർത്ഥിയുള്ള ഒരു പിന്നോക്ക നേതാവാണെങ്കിൽ അവൻ പറയേണ്ടത് അവൻ്റെ സമുദായത്തിന് വേണം 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 എന്നാണ്. മറ്റുള്ള കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കൂടിപ്പോയി നല്ല പറയേണ്ടത്. എനിക്ക് നമ്മളെല്ലാം പറഞ്ഞ ന്യായം എന്താണ്? സോഷ്യൽ ജസ്റ്റിസ്, ജനസംഖ്യാനുപാതികമായ ആനുകൂല്യങ്ങൾ, അതാണല്ലോ അതിൻ്റെ ബേസ്. അത് നമ്മൾ സമ്മതിക്കാം. ഞങ്ങൾ 2 വർഷം മുമ്പ് പറഞ്ഞാണ് ജനസംഖ്യാനുപാതിക സംവരണം വേണം. എവിടെ വേണം? തെരഞ്ഞെടുപ്പിൽ വേണം, പിന്നെ ഇലക്ഷൻ, പിന്നെ പഠനത്തിലൂടെ, തൊഴിൽ വേണം. 3 കാര്യങ്ങളാണ്. ഒന്ന് പഠിക്കുക, പിന്നെ തൊഴിൽ, പിന്നെ തിരഞ്ഞെടുപ്പ്, അത് വേണം. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് എന്താ പറയേണ്ടത്? വെള്ളാപ്പള്ളി പറയേണ്ടത് ആത്മാർത്ഥമാണ് പറയേണ്ടത്, ഞങ്ങൾക്ക് ഇന്നെ പോരായിട്ടുണ്ട്, ഞങ്ങൾ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് സമരം ചെയ്യുക. അതിൽ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പ്രബല ന്യൂനപക്ഷ സമുദായം കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഉദാഹരണം പറഞ്ഞ് ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ വെച്ച് നമ്മുടെ വയലാർ രവി സാറിനെ കണ്ടു. അപ്പോൾ സാറ് വേറെ ഏതോ വിദേശ ശാലയിട്ട് റോട്ടിൽ വെച്ചൊരു അഭിമുഖമാണ്. അപ്പോൾ അത് കഴിയിട്ട് ആംഗ്യം കാണിച്ച് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞറിയോ, അപ്പോൾ ഞങ്ങൾ മറ്റൊരാളുടെ കാര്യം മറ്റു വിഭാഗത്തെ കാര്യം ചൂണ്ടിക്കാണിച്ച്. അപ്പോൾ വയലാർ രവി സാർ പറഞ്ഞത് അദ്ദേഹം ബുദ്ധിമാനാണ്, കുഴപ്പമില്ല, കാരണം ഈ വിഭാഗത്തിൽ ബുദ്ധിയുള്ള അത് പറഞ്ഞ്, പക്ഷേ നിങ്ങൾ കാര്യമാണ്, നിങ്ങൾക്ക് എന്താ വേണം അത് ചോദിച്ചോ, മറ്റുള്ള കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്, അത് സംഘർഷത്തെ ഇടവോ അല്ലെങ്കിൽ തെറ്റിദ്ധാരക്കേടോ. കറക്റ്റാണത്, കറക്റ്റ് പോയിന്റാണ്, വളരെ ബുദ്ധിപൂർവ്വമുള്ള ജീവിതമാണ്. ഞാൻ പിന്നെ വയലാർ രവി സാർ പറഞ്ഞ അതേ പോയിന്റാണ് ഞാൻ തിരിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളിയോട് പറയണം. എന്താണ് വെള്ളാപ്പള്ളി സാറേ? എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയണം. കാരണം അത് പാവാണ്, വക്രബുദ്ധി ഒന്നുമില്ല, അതിനുള്ള ബുദ്ധിയില്ലല്ലോ. അതെ, വക്രബുദ്ധി ഒന്നുമില്ല. ബുദ്ധി ഉണ്ടെങ്കിലേ വക്രബുദ്ധി കാണിക്കാൻ പറ്റുള്ളൂ. അതൊന്നുമില്ല, സാധാരണ മനുഷ്യൻ, ഒരു കോൺട്രാക്ടറിന് പണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളി സാറോട് ഞങ്ങൾ ആ ഭാഷ അല്ലെങ്കിൽ ആ വാക്ക് കടമെടുത്ത് പറയണം. വെള്ളാപ്പള്ളി സാറേ, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിങ്ങൾക്ക് പോരായ്മകൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു, അതിലൊരു തെറ്റുമില്ല. പക്ഷെ അതിൽ തെറ്റില്ലത് മാത്രമല്ല, അത് ഞങ്ങൾ കൂട്ടികൾക്കും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കും പോലെ മുസ്ലിങ്ങളുടെ പ്രീണനം കൊണ്ടാണ് LDF തോറ്റുപോയതെന്ന് പറയുമ്പോൾ എവിടെയാണ് സത്യമെന്ന് നിങ്ങൾ തെളിയിക്കണം, കാര്യകാലത്ത് പറയണം. ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് പോട്ടെ, നമ്മൾ മറ്റുള്ള കൊടുത്ത കാര്യം നമ്മൾ പറയണ്ടായെന്ന് പറഞ്ഞിട്ട് അതുകൂടി മറ്റു വശം പറയാതെ അവർക്ക് ഇന്ന് കൊടുത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറയാം. പറയൂ, ഏത് മേഖലയിലാണ്? ഇനി നിങ്ങൾ ഇതുപോലെ പല പ്രാവശ്യം ആവർത്തിച്ചാൽ ഈ ഒരു ശൈലിയിൽ നിന്നായിരിക്കില്ല കേട്ടോ മറുപടി. ഇതൊക്കെ ഇപ്പോൾ വരെ നമ്മൾ ശൈലി യാതൊരു മാറ്റം വരുത്തിയാലും നമ്മൾ എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ് വെള്ളാപ്പള്ളി സാറേ. ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഈ ശൈലിയിലെന്ന് ആദ്യ അവസരം പറയും ഞങ്ങൾ. കാരണം ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ 3 ജനസംഖ്യ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു ആളെന്നതിൽ പറയാണ്. ഇനിയുള്ള സമീപനം അല്ലെങ്കിൽ പിന്നെ മറുപടി ഒന്നും ഇത്രയും ഒരു സ്മൂത്തായിരിക്കില്ല. ഇപ്പം ഞങ്ങൾ വെണ്ണയിൽ നൂല് വലിക്കും പോലെ അത്ര സ്മൂത്തായിട്ടാണ്, ഒരു മൂത്ത സഹോദരനോടെന്ന പോലെ തന്നെയാണ് വെള്ളാപ്പള്ളി സാറോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പോരായ്മ നിങ്ങൾ ചോദിച്ചോ, ഒരു തെറ്റുമില്ല. അത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, അതിന് ഞങ്ങൾ ഞങ്ങൾ കൂട്ടി കേൾക്കാം. പക്ഷേ
അല്ലാതെ മുസ്ലിങ്ങളുടെ പ്രീണനം കൊണ്ടാണ് ഭരണം പോയെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തെളിയിക്കണം. ഇന്ന രീതിയിലാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ എന്താണ് മണ്ടത്തരല്ലേ ആരും സംഘ് പരിവാറിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ച് നിങ്ങൾ വിളമ്പല്ലേ. ആ സംഘ് പരിവാർ ചതിയന്മാരാണ്, തട്ടിപ്പാരാണ്, വഞ്ചകരാണ്. നിങ്ങളത് ആകരുത്. നിങ്ങൾ പറഞ്ഞല്ലേ കാന്തപുരം, ഞങ്ങൾ കാന്തപുരം ഒരു സ്വന്തം സമുദായത്തിൽ ഒരാളെന്നല്ല, അതിൽ കവിഞ്ഞൊരു ബഹുമാന റെസ്പെക്ട്, അത് കവിഞ്ഞൊന്നുമില്ല. കാരണം ചെയ്യുന്ന പല പ്രവൃത്തിയാത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല, മുടി വിൽപ്പിനൊന്നും നമുക്ക് ഇഷ്ടമല്ല. എങ്കിലും അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശുണ്ടാക്കി കൈ നീട്ടി പിരിച്ച് തെണ്ടി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അവിടെ ആ പിന്നെ നോളജ് സിറ്റി ഉണ്ടാക്കുന്നത്. സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഒരു ആനുകൂല്യം കൊടുത്തില്ല. സർക്കാർ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ അനുവാദം കൊടുത്തു, ഓക്കെ. അല്ല, പൈസ മുഴുവൻ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെയാണ്, കാന്തപുരത്തിൻ്റെ അല്ല. കാന്തപുരം ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ സമുദായത്തിൻ്റെ പണമാണത്. എന്നുവെച്ചാൽ ഞങ്ങളുടെ പണമാണ്. ഒരു പൈസ സർക്കാരിൻ്റെ ഇല്ല. പക്ഷേ താങ്കൾ ഇത് 1200 ഏക്കർ വെച്ച് നോളജ് സിറ്റിക്ക് കാന്തപുരത്തിൽ കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന അല്പബുദ്ധിയായി ചാണം തിന്നുന്നാൽ ഗോമൂത്രം കുടിക്കുന്ന സാധാരണ ഹിന്ദു സഹോദരന്മാർക്ക് ആദ്യ കയറില്ലേ? ശരിയല്ലേ? എന്നാൽ നിങ്ങൾക്ക് വാഗമണിൽ എത്രയൊക്കെ സ്ഥലം ഈ ഗവൺമെൻറ് തന്നു? നിങ്ങൾക്ക് വാഗമണിൽ എത്രയൊക്കെ സ്ഥലം തന്നു? ഫ്രീ ആയിട്ട്. NSSന് ഭൂരിപക്ഷം വന്ന NSSന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു ട്രെയിനി പട്ടാൾക്കാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സ്കൂൾ കൊടുത്തതിന് വെച്ചില്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട്. അതുപോലെ ട്രിവാൻഡ്രത്ത് കണ്ണായ സ്ഥലത്ത് 5-6 സെൻറ്റ് സ്ഥലം കൊടുത്തില്ലേ? അത് കൂടാതെ 3-4 ഏക്കർ സ്ഥലം ഈ പിണറായി സഖാവ് സംഘപരിവാറിൻ്റെ ഒരു പൂജാരി EM എന്നെ മുഹമ്മദ് എന്നൊരു കാക്കയാണെങ്കിൽ പിന്നെ ഈ മാലയത്തിൽ പോയി സന്യാസിയായിട്ട് EM അറിയപ്പെടുന്നത് ഷോർട്ടായിട്ട്. അതിൽ തട്ടിപ്പാണ് സ്വന്തം പേര് പറയാത്തത്. എന്തുകൊട്ടെ അദ്ദേഹത്തിന് 4 ഏക്കർ മറ്റു കൊടുത്തില്ലേ കണ്ണായ സ്ഥലം, ഇപ്പം ഈ ലൂലുവിൻ്റെയൊക്കെ എടുത്ത് പറിച്ച് മുസ്ലിം സമുദായത്തിന്. ഇത് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ പറയേണ്ട എനിക്ക് വലിയ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, മനസ്സ് വിഷമിക്കണം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ആരും പറയുന്നില്ല. അതുകൊണ്ടാണ്. അതെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലോകപ്രശസ്തരായ വിശ്വമഹാകവി എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ആ ബോട്ടിയെട്ടി പണിത്, അപ്പോൾ അതിന് അദ്ദേഹത്തെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയോ സമരം നടത്തി. ഒരക്ഷരം അതിനെക്കുറിച്ച് കോർപ്പറേഷനോ ഗവൺമെൻറ്റും വേണ്ടിയോ? അദ്ദേഹം എത്രയോ വർഷം ഇരുന്നാണ് ബോട്ടിയെട്ടിൽ, പുസ്തകശാലയ്ക്ക് ഇരുന്നാണ് എത്ര വർഷം. അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം എത്രയോ ഉള്ളതാണ് കൊച്ചിയിൽ. കൊടുത്തോ? അതുകൊണ്ട് തന്നെ ഒരാളുടെ പേര് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ കർണാടക പേര് കൊടുക്കുന്ന ആരോ പറഞ്ഞതിൻ്റെ പേരിൽ കൊച്ചിൻ എയർപോർട്ടിന് പേര് കൊടുക്കാതെ ഇൻ്റർനാഷണൽ എയർപോർട്ട് മാത്രമാക്കി, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബാക്കി ഡൽഹി വിമാനത്തിനൊക്കെ എല്ലാത്തും പേരുണ്ട്, ഓരോ പേര് കൊടുത്തില്ല. അങ്ങനെയാണ് വക്രബുദ്ധി കാണിക്കുന്നത്. അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളി സഖാവ് നിങ്ങൾക്ക് ഉപദേശം തരുന്ന സംഘപരിവാറിൻ്റെ വാക്ക് കേട്ട്, ക്രിസംഖികളുടെ വാക്ക് കേട്ട് നിങ്ങൾ ഇത് ചെയ്താൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്ക് തുല്യമാകും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളും ഞങ്ങൾ ചിലപ്പോൾ മുസ്ലിങ്ങളും അല്ലെങ്കിൽ പിന്നോക്കം യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ മുന്നോക്ക സമുദായത്തെ എതിർക്കാനില്ല. അവരുടെ അക്രമത്തിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ തന്ത്രപരമായ ഇടപെടലിൽ നിന്നൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ ഒറ്റക്കായി കഴിഞ്ഞ് ഇവരെ മാറ്റി നിർത്തിയാൽ അത് ഒടിച്ചു നിർത്താൻ പറ്റില്ല. അത് ഏതുപോലെ എന്നറിയോ? അതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം. വെള്ളാപ്പള്ളി സഖാവ് കേട്ടു. വെള്ളാപ്പള്ളി സഖാവ് ഞാൻ കമ്മ്യൂണിസ്റ്റാർന്ന് പുള്ളി പറഞ്ഞു, സഖാവ് കേൾക്കൂ സഖാവ്. അതായത് ഒരു രാജ്യത്ത് ഒരു രാജാവ്, ചെറിയ കഥയാണ്, രാജാവ് ഒരു ഗുസ്തി വീരനുണ്ടായി. ഈ ഗുസ്തി വീരൻ്റെ അടുത്തേക്ക് അന്യ രാജ്യത്ത് നിന്ന് 2 ഗുസ്തി വീരന്മാർ വന്നു. എന്തിനാണ്? ഗുസ്തി പിടിക്കാൻ. അപ്പോൾ ഈ സ്വന്തം രാജ്യത്ത് ഗുസ്തി വീരൻ പറഞ്ഞു, ഞാൻ ഗുസ്തിക്കില്ല എന്ന് മാറിയെന്ന്. കാരണം അത് കണ്ടും മനുഷ്യൻ ജയിക്കില്ലെന്ന്. അപ്പോൾ ബുദ്ധിമാനായ മന്ത്രി, അവിടെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് വലിയ അർത്ഥമുണ്ട്, 100 അർത്ഥ തലകുള്ള വാക്കാണ് ഞാൻ വാക്ക്. ആ ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞ്, നിങ്ങൾ മാറിയിരിക്കും, ഞങ്ങൾ വിളിക്ക് വന്നാൽ മതി. വന്നോട് ചോദിച്ച്, നിങ്ങൾ എന്തിനു വന്നു? ഞങ്ങൾ ഗുസ്തി പിടിക്കാൻ വന്നതാണ്. നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ആരായിട്ട് ഗുസ്തി പിടിക്കണം? അറിയില്ല. എന്നാൽ അതറിയാൻ വേണ്ടി നിങ്ങൾ പരസ്പരം ഗുസ്തി പിടിക്കൂ. പരസ്പരം ഗുസ്തി പിടിച്ചു കഴിയുമ്പോൾ അതിൽ ജയിക്കുന്ന ആളായിട്ട് ഞങ്ങളുടെ ഗുസ്തിയും പിടിക്കാതെ പറഞ്ഞു. അങ്ങനെ ഒരു പരസ്പരം പിടിച്ച് അവശനായപ്പോൾ ഗുസ്തി പിടിക്കാതെ തന്നെ അവരെന്ത് ചെയ്ത് മടങ്ങിപ്പോയി. ഇവിടെ രാജാവ് ഗുസ്തി പിടിക്കാതെ ജയിക്കിയത്. ഈ ഒരു തന്ത്രമാണ് സവർണ്ണ ഫാസിസ്റ്റായാലും മുന്നോക്ക സമുദായമാണെങ്കിലും അവർ ബുദ്ധിയുള്ളവരാണ്. ബുദ്ധി അവരെ കുറ്റപ്പെടാൻ പറ്റില്ല, ഒരിക്കലും കുറ്റപ്പെടുത്താൻ ധരിക്കരുത്. മുന്നോക്ക IQ കൂടുതലാണ് ബ്രാഹ്മണ. അപ്പോൾ അവർ കളിക്കുന്ന കളി, ആ കളിയിൽ നിരക്ഷരകുക്ഷിയായ
അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, നിരക്ഷരകുക്ഷി എന്നല്ല. അല്ല, വെള്ളാപ്പള്ളിക്ക് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒരു അറിവുമില്ല. അദ്ദേഹം SDP നേതാവായി, അത് വേറെ വശമാണല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം മണ്ടത്തരം ആലോചിക്കാതെ പറയുന്നത്, അത് ഇരിക്കുന്ന മുമ്പ് വെട്ടും മുറിക്കുന്നു, അല്ലെങ്കിൽ കുലം കുത്തി എന്നൊക്കെ പറയുന്നത്, പിന്നീട് ദുഃഖിച്ചൊരു കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, വെള്ളാപ്പള്ളി സാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ സമുദായത്തിന് എന്തെങ്കിലും പോരായി കണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട, അതിൽ ആരെയും പേടിക്കാൻ വേണ്ട. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങിക്കാം, അതിന് ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങൾക്കാണ് കൊടുത്തുകൊണ്ടാണ് ഭരണം പോയെന്ന് പറഞ്ഞാൽ, ഇനി എന്താണ് നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് പല പ്രാവശ്യം പറഞ്ഞാണെങ്കിൽ പറയേണ്ടി വരുന്നു, വീണ്ടും അദ്ദേഹം ആവർത്തിക്കൊണ്ടാണ്. എന്താണ് ഫലസ്തീൻ വിഷയത്തിൽ എന്തിനാണ് സഖാക്കൾ ഇടപെടുന്നത്? അത് എവിടെയോ കിടക്കുന്ന കാര്യമല്ലേ? അത് വെള്ളാപ്പള്ളി മാത്രമല്ല, TG രവി ആയിട്ടുള്ള ഒരു സംഘപരി വടിവേലോട് നാണമാത്രം പറയുന്ന ഒരാളുണ്ട്. ഒരാൾ നുണമാത്രം, ഒരാൾ പുറത്തുണ്ട്, അദ്ദേഹം എന്തോ പെട്ടെന്ന് മരിച്ചുപോയി, ദൈവം കാത്തു രക്ഷിക്കട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഫലസ്തീൻ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം വിഷയം അല്ല സാർ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു ലോകത്ത് സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളും അതിന് അനുകൂലം എതുകൂലും നമ്മളുടെ വിഷയമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം സാമ്രാജ്യത്വ വിരുദ്ധരും പിന്നെ കൊളോണിയൽ സിസ്റ്റത്തിനും എതിരാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റിൽ, കേരള കമ്മ്യൂണിസ്റ്റ് ഫലസ്തീൻ വിഷയത്തിൽ അനുകൂലമാണ് നിൽക്കേണ്ടി വരും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും വർഷം ഫലസ്തീൻ അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഒക്ടോബർ 9 അവർ കയറി അറ്റാക്ക് ചെയ്തതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ, അത് പറയാം, വേറെ എല്ലാം വേണ്ട സപ്പോർട്ടില്ല. എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചത്. പക്ഷെ അതിനകത്ത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് നേട്ടം തന്നെ. പക്ഷെ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ് ഇരട്ടതാ പറയുമോ? അവരും ആത്മാർത്ഥയില്ല, അവർ വോട്ട് ബാങ്കായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നു. അത് മുസ്ലിങ്ങളുടെ വിളിച്ചു കൂട്ടിയിട്ട് മൗലിമാരെ ഇരുത്തി അവിടെ തന്നെ നമ്മൾ മഗ്‌രിബ് നമസ്കരിക്കുക, എന്നിട്ട് സഹാക്കൾ വന്ന് പ്രസംഗിക്കുക, വോട്ട് ബാങ്കാണ്. അതൊന്നും മുസ്ലിങ്ങൾ ഇത് പറ്റൂല. ഞങ്ങൾ കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് അവർക്കെല്ലാം നമ്മൾ എന്താ കൊടുത്തെന്നറിയോ? ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുത്ത്, കാര്യം ഒരിക്കലും എടുത്തു ചാടരുത്, ഒരിക്കലും അക്രമാസക്തമാകരുത്, ഒരിക്കലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഭരിക്കുന്ന രാജ്യത്തോടും ഭരിക്കുന്ന ഭരണകൂടം നമ്മൾ കൂറ് കാണിക്കണം, അത് ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു പാവമാണെന്ന് പറയുന്ന ഇസ്ലാം, ആ വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായ നിങ്ങൾ ആരും ഒരു കാരണവശാലും മറ്റു സമുദായത്തെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല, പിന്നെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? അങ്ങനെ ശീലിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എഴുത്തിയാട്ടമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, കോഴിക്കോട് ഒരു പള്ളി കയറി പിന്നെ വിളിച്ചില്ലേ, വിളിച്ച് ജയ് ശ്രീറാം വിളിച്ച് ബഹുണ്ടാക്കില്ലേ, അവർ ശാന്തരായിട്ട് അവർ ഇറക്കി ഒറ്റവല്ലേ ഉള്ളൂ, വല്ലതും ചെയ്തോ? എന്താ ഞങ്ങളെ കൊടുത്ത പരിശീലനത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണത്. നിരന്തരമായിട്ട് വളരെ ശാന്തമായിട്ട് കഴിഞ്ഞ 50 വർഷം ചെയ്തതിൻ്റെ ഫലമാണ്. നമ്മളതുകൊണ്ട് സാമ്പത്തികം നേടിയില്ല, പക്ഷേ സമുദായത്തിന് ഒരു ഉണർവും അവർക്കൊരു ക്ഷമാശീലം ഉണ്ടായി. അതാണ് ഞങ്ങൾ ചെയ്ത മഹത്വം, ഞങ്ങളുടെ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലം. അതുകൊണ്ടായില്ല. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളി സാറ് മണ്ടത്തരം കാണിക്കരുത്, ഇത് ചെയ്യരുത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ട കാര്യം ഇതാണ്. അവർ 10 വോട്ടിൽ വേണ്ടി ചെയ്തു, പക്ഷെ വോട്ട് കിട്ടിയോ? മുസ്ലിം സമുദായം N ബ്ലോക്ക്. പക്ഷെ കോൺഗ്രസ് നന്ദിയില്ല എന്ന് പറയാൻ കാരണം, ഇന്ത്യയിൽ 3 വരുന്ന മുസ്ലിം സമുദായം, ഇന്ത്യയിൽ 20% മുസ്ലിം സമുദായം N ബ്ലോക്കായിട്ട് ബോണസ് കിട്ടുന്ന പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത്. ഇവിടെയാണ് UDF വോട്ട് ചെയ്ത്. പക്ഷെ അതിൻ്റേത് ഒരു ഗുണം ഇതേവരെ UDFോ ഇന്ത്യ മുന്നണിയോ ഈ സമുദായം ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നല്ലോ, രാഹുൽ ഗാന്ധി 10 പ്രധാന ചടങ്ങിനെ കുറിച്ച് പാർലമെൻറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലുന്നതിനെ കുറിച്ച് ഒരക്ഷരം അദ്ദേഹം പറഞ്ഞില്ല. മുസ്ലിം വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അത് അദ്ദേഹം കരുതിക്കുട്ടിയല്ല. പക്ഷെ അദ്ദേഹം ഈ വെള്ളാപ്പള്ളി പോയി ആരംഭിക്കാൻ പറ്റിയെങ്കിലും അദ്ദേഹം മുഴുവൻ വെൽക്കൂടും അല്ല, മുഴുവൻ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഇങ്ങനെയല്ല രാഷ്ട്രീയം പ്രവർത്തകർ. 5000 കോടി മുടക്കി വാഹനജാഥ നടത്തി, അത് പദയാത്ര നടത്തി, അദ്ദേഹം ആളായ നിലക്ക് വോട്ടേജ് ലിസ്റ്റിൽ പേര് ചേർക്കുകയും ആ വോട്ടർമാർക്ക് വോട്ട് ചെയ്യിച്ചെങ്കിൽ ഇന്ന് ഭരിക്കാമായിരുന്നു.
ഇത് ആൾക്കൂട്ടം ഉണ്ടായുള്ളൂ. ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാവില്ലെന്ന് ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ ഉപദേശിക്കുന്നതാണ്. പക്ഷെ അവർ ആൾക്കൂട്ടം ഉണ്ടായിക്കോളൂ, ആൾക്കൂട്ടം വോട്ടാവില്ല. വോട്ടാകണം. ഞാൻ പറയും, പരീക്ഷ എഴുതുന്ന കുട്ടി എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അവൻ്റെ അറിവ് ആ കടലാസിൽ അടയാളപ്പെടുത്തി അത് നോക്കുന്ന അധ്യാപകൻ ബോധമുള്ളവരാണെങ്കിൽ, ഇപ്പോൾ അധ്യാപകർ കമ്മീഷൻ റേറ്റിലാണ് കൊടുക്കുന്നത്, തീർക്കാൻ വേണ്ടി ഒരു ഉദ്ദേശം വെച്ച് പേപ്പറിൻ്റെ എണ്ണം നോക്കി മാർക്ക് ഇട്ട് പോകുന്നുണ്ട്. ഞാൻ ബേസിക് അധ്യാപകനാണ്, എനിക്കറിയാലോ. അപ്പോൾ വായിച്ച് നോക്കുന്നില്ല, ആദ്യം നോക്കുന്നു ഈ നോക്കുമോ കാശ് കിടക്കല്ലേ. അതുകൊണ്ട് ഏതാണ്ട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കും, പിന്നെ കൈയക്ഷം നോക്കും, പിന്നെ പേപ്പറിൻ്റെ പേജ് എണ്ണം നോക്കും, അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ടാണ് ഒരു പാക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ റീവാല്യൂ ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ എൻ്റെ മകൻ പ്ലസ് ടൂവിൽ പഠിച്ചപ്പോൾ എല്ലാത്തും A+ ആണ്, ഓരോരുത്തരും കുറഞ്ഞ പേരിൽ നമ്മൾ റീവാല്യൂ ചെയ്ത്. അതൊക്കെ റിസ്ക് അല്ലേ, അങ്ങനെ ചെയ്യില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന കാലത്ത് വോട്ട് ചെയ്താൽ മാത്രം പോരാ, ചെയ്ത വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെയും കാത്തിരുന്നു. അങ്ങനെ ഇരുന്നെങ്കിൽ ഒരു വോട്ടിനെങ്കിലും ഒരാൾ ജയിച്ചാൽ ജയം തന്നെയാണ്. BJP അങ്ങനെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടെങ്കിൽ അത് ഏതുപോലെ എന്നറിയോ, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പേജിൽ BJP അതായത് ഒരാളെ വെച്ചു, അതിന് പകരം 12 ആൾ സഹായത്തിന്, അങ്ങനെ ചെയ്ത്. പക്ഷേ കോൺഗ്രസ്സുകാർ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ യൂണിറ്റ് അടിസ്ഥാന പ്രവർത്തികൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താൻ കേട്ടോ, എന്നറിയോ, ഇപ്പോൾ നമ്മൾ വാഴക്കുളം, തെക്കേ വാഴക്കുളത്ത് അവിടെ ബീരാങ്കുഞ്ഞ്, ഇന്നും ബീരാങ്കുഞ്ഞിൻ്റെ പ്രസ്താവന ഉണ്ട് വാട്സപ്പിൽ, അവരുടെ ഗ്രൂപ്പിൽ. അപ്പോൾ എല്ലാ കഥയും ഇടപെടുന്നുണ്ട്. അങ്ങനെ വേണം. അത് അവിടെ തെക്കേ വാഴത്ത് വേറെ കോൺഗ്രസ് യൂണിറ്റ് ഉണ്ടല്ലോ, ഒരു സെക്രട്ടറി ഉണ്ടല്ലോ, പ്രസിഡന്റ് ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരാളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ നിന്ന് ഭരിക്കായിരുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കിട്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇത്രയെല്ലാം വോട്ട് ചെയ്തിട്ടും ഞാൻ പറയുന്നത് ഈ സമുദായത്തിൽ വേണ്ടത്ര അംഗീകാരം കൊടുത്തില്ല, അല്ലെങ്കിൽ അവകാശം കൊടുത്തില്ല എന്നുള്ളതാണ്. അതൊക്കെ പല കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളി സാർ ശ്രദ്ധിക്കണം, ഇടതുപക്ഷം ശ്രദ്ധിക്കേണ്ടത്, വോട്ടിന് വേണ്ടി നിങ്ങൾ മുസ്ലിം സമുദായത്തെ വിൽക്കരുത്. വിൽക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ പ്രവൃത്തി എന്നായതാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യും, ഒരു സംശയമില്ല. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചില കാര്യങ്ങൾക്ക് വൻ വീഴ്ച വന്നിട്ടുണ്ട്. അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തിയാൽ ഇനിയും നിങ്ങൾക്ക് അവസരം വരും, സംശയമൊന്നുമില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ പിന്നെ സാധാരണഗതിയിൽ അധികം ജയിക്കാറില്ലല്ലോ. തന്നെയല്ല, SDP കുറച്ച് വോട്ടുകൾ BJP പോയതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാനില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്, വോട്ടിന് വേണ്ടി സമുദായം കളിക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി സമസ്യയുടെ പുറകെ പോരുത്, അല്ലെങ്കിൽ കാന്തപുരത്തെ പുറകെ പോരുത്. നിങ്ങൾ അങ്ങനെ ആരുടെയും പുറകെ പോലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശൈലിയുണ്ട്, ഒരു തത്വമുണ്ട്, ഒരു ഫിലോസഫിയുണ്ട്. ആ ഫിലോസഫി വിട്ട് പോകരുത് 10 വോട്ടിന് വേണ്ടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് രക്ഷപ്പെടും. ഞാൻ ഒരു കാര്യം പറയും, കലൂർ മാർക്കറ്റ് അറിയാലോ, അത് അപ്പുറത്ത് കടയുണ്ട്. കലൂർ മാർക്കറ്റിൽ എന്താ കുഴപ്പമില്ല, എനിക്ക് സങ്കടമുണ്ട്. ആദ്യം മുസ്ലിം കച്ചവടക്കാരാണ് അധികം. അവിടെ ഈ മീൻ കച്ചവടം നിൽക്കുമ്പോൾ വില ബെസ്റ്റാണ്. ആദ്യം 50, പിന്നെ 40, പിന്നെ 30. അപ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങളിങ്ങനെ കൊച്ചാകുന്നത്. നിങ്ങൾ മത്സ്യം വിൽക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ അഭിമാനം വില അടിയർ വെച്ചിട്ടില്ല. നിങ്ങൾ ഫിക്സ് റേറ്റ് പറയണം. എന്താണ്, 1 കിലോ മത്തിക്ക് 300 രൂപ. അത് പിന്നെ ഒരു അണ പോലും കുറേ കൂട്ടുക ചെയ്ത് തൂക്കം കൃത്യങ്ങൾ കാശ് ചോദിച്ചു. അങ്ങനെ 10 ദിവസം 11ാമത്തെ ദിവസം ആരും കുറച്ച് ചോദിക്കില്ല. ഇത് ആദ്യം 50 പറയും, പിന്നെ 40 പറയും, പിന്നെ 30 കൊടുക്കും. ഒരു കുന്തു തിരക്കുക. അതുകൊണ്ട് ഞാൻ പോലും കലൂർ മാർക്കറ്റിൽ പോകുന്നില്ല. അത് ഞാൻ ഒരു ക്ലാസ് എടുത്ത് കലൂർ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാർക്ക് ഞങ്ങൾക്കൊരു നാണാകാണ് ഈ കൊച്ചി സമുദായം 10 രൂപ വേണ്ടിയൊക്കെ നാണം കിടപ്പ്. അതുപോലെ 10 വോട്ടിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPM, LDF മുന്നണി, നിങ്ങൾ രാഷ്ട്രീയ ജാതി കളിക്കരുത്. കളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നോക്കി വോട്ട് ചെയ്യാൻ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് ചെയ്യണം. ഇത് അല്പബുദ്ധികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വക്രബുദ്ധി കാണിച്ച്, അല്ലെങ്കിൽ ഒരു അടവ് നയം കാണിച്ച് ജാതി കളിക്കില്ലേ. ഇപ്പം നിങ്ങൾ ഈ അടുത്ത കാലത്ത് മറ്റു ഇതിൽ ആദ്യ കാലത്ത് കളിക്കുന്നുണ്ട്. അതും അപകടമാണെന്ന് ഞാൻ പറയട്ടെ. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലോ? ഇപ്പം തന്നെ രാമായണത്തിനെ കുറിച്ചൊക്കെ അതും പറയുന്നില്ല. അങ്ങനെ ജാതി കളിക്കരുത്. നിങ്ങൾ സ്റ്റാൻഡ് ക്ലിയറായി നിർത്തിക്കൊണ്ട് ചെയ്യണം. ഞങ്ങൾ ഇതാ ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യും, നിങ്ങൾക്ക് ഭരിക്കും, തുടർന്ന് പോകാം. ഇല്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നിങ്ങൾ ഒന്നുകൂടി താക്കീത് കൊടുത്തിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾ ചോദിച്ചു. പക്ഷേ മറ്റ് സമുദായത്തിൽ കൊടുത്തതിനാ പറയുന്നത് സത്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താം. നിങ്ങൾക്ക് ഒരായ നന്ദി. ജയ് ഹിന്ദ്. നിങ്ങൾ ഒരു കാര്യം കൂടി, നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ചിലവർ ഇത് മറന്നു പോകുന്നതെന്ന് സംശയമുണ്ട്. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. ആ ചാനലും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. ജയ് ഹിന്ദ്.